ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിന് ഒരുങ്ങി ആർടെമിസ് 2 സംഘം നാളെ പുലർച്ചെ 5:37 പേടകം ഭൂമിയിലിറങ്ങും. ഇപ്പോൾ വിവരങ്ങളുമായി ശ്രീലേഖ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീലേഖ, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തേക്ക് സഞ്ചരിച്ച മനുഷ്യൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് ദൗത്യ സംഘത്തിന്റെ മടക്കം. നാളെ എപ്പോഴാണ് സംഘം മടങ്ങിയെത്തുക? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിന് ഒരുങ്ങി ആർടെമിസ് 2 സംഘം നാളെ പുലർച്ചെ 5:37 സംഘം പേടകം ഭൂമിയിൽ ഇറങ്ങുക. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് സഞ്ചരിച്ച മനുഷ്യൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് ദൗത്യ സംഘത്തിന്റെ മടക്കം. നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് പരമാവധി 2,52,760 മൈൽ ദൂരമാണ് അവർ സഞ്ചരിച്ചത്. നാളെ രാവിലെ 5:37 എത്തുക. ശ്രീലേഖ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീലേഖ, ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തേക്ക് സഞ്ചരിച്ച മനുഷ്യൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് ദൗത്യസംഘം മടങ്ങുന്നത്. നാളെ എപ്പോഴായിരിക്കും പേടകം ഭൂമിയിൽ എത്തുക? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ നിലവിലെ നാസ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം നാളെ 5:30 ശാന്തസമുദ്രത്തിൽ ഓറിയൻ പേടകം പതിക്കുമെന്നാണ് പറയുന്നത്. ഈ ചരിത്രത്തിൽ, അതായത് ബഹിരാകാശ ചരിത്രത്തിൽ ഈ പേടകങ്ങളുടെ ഇറങ്ങുന്നതിൽ ഏറ്റവും അപകടകരമായ നിമിഷമായിട്ടാണ് ഈ ഒരു പേടകം ഇപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയം വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ആർടെമിസ് 1 ദൗത്യം തിരിച്ചിറക്കിയപ്പോൾ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അത്തരത്തിൽ പല പ്രശ്നങ്ങളും, സാങ്കേതികപരമായ പ്രശ്നങ്ങൾ മുൻകൂട്ടി പഠിച്ച ശേഷം ആ ഒരു തിരിച്ചിറക്കത്തിൽ ഉണ്ടാവുന്ന വേഗതയെ കൈകാര്യം ചെയ്യാവുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ ആർടെമിസ് 2 ദൗത്യം അവർ നാസ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സമയത്തുണ്ടാകാവുന്ന ഘർഷണവും പോലുള്ള നിരവധി പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ളൊരു അവസാനം ഒരു തിരിച്ചിറക്കമാണ് നാസ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ ചന്ദ്രനിൽ 57 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ കടന്നു ചെല്ലുന്നത്. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച റെക്കോർഡും, അതുപോലെ തന്നെ 1973 ശേഷം ഭൂമിയുടെ ചിത്രമെടുത്തു എന്നൊരു പ്രത്യേകതയും, കനോൺ ക്യാമറ മൂലം ഒരു വ്യക്തമായൊരു ചിത്രം പകർത്തുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയുമുണ്ട്. അതുപോലെ തന്നെ 2028 ആർടെമിസ് 3 ദൗത്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ റിഹേഴ്സൽ എന്ന് ആർടെമിസ് 2 പലരും വിലയിരുത്തുന്നുണ്ട്. അതൊരു റിഹേഴ്സലായിട്ടാണ് വിലയിരുത്തുന്നത്. കാരണം ഈ ഒരു ആർടെമിസ് 2 ദൗത്യത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാതെ തന്നെ ചന്ദ്രൻ്റെ ഭൗമോപരിതലം മനുഷ്യന് ഇറങ്ങാൻ കഴിയുമോ എന്ന് അറിയുന്നതിനായാണ് പ്രധാനമായും ആർടെമിസ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. 1973 ശേഷം അപ്പോളോ പോയതിന് ശേഷമാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു ദൗത്യം ഉണ്ടാകുന്നത്. 2-ാം തീയതി പുറപ്പെട്ട ഈ ഒരു ദൗത്യം ഏപ്രിൽ 6-7 തീയതികളിലാണ് ചന്ദ്രൻ്റെ അടുത്തെത്തുകയും ചന്ദ്രോപരിതലത്തിൻ്റെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റാത്തതിൻ്റെ നേർ ഓപ്പോസിറ്റ് അവർ അവിടെ നിന്നും ചന്ദ്രനെ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ 2028 ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചെത്തുന്നത് ഈ ഒരു ദൗത്യം എപ്പോഴും നമ്മുടെ ചന്ദ്രം, ഇനിയുള്ള വർഷങ്ങളിലുള്ള ചന്ദ്രദൗത്യത്തിന് ഒരു കൂടുതൽ പഠനങ്ങൾക്കും വിധേയമാക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ദൗത്യത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വിവരങ്ങൾ.